നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആയ ഉമാ തോമസ് നമുക്ക് വീണ കാഴ്ച കണ്ടു. അവിടെ ഇരിക്കാൻ കസാരയിടാൻ പോലും സ്ഥലമില്ലാത്തൊരു ചെറിയ സ്റ്റേജ് എന്നാലോചിക്കണം. ഈ കാലഘട്ടത്തിൽ ഏത് ചെറിയ പരിപാടിക്കായാലും അതിമനോഹരമായ സ്റ്റേജെങ്കിലും ഉണ്ടാക്കാറുണ്ടെന്നാലോചിക്കണം. സ്റ്റേജ് ഉണ്ടാക്കുക മാത്രമല്ല, ആ സ്റ്റേജിൻ്റെ ഉറപ്പ്, ആ സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് എന്തിനും കുഴപ്പം പറ്റുമോ, അങ്ങനെയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങനെ സംഭവം ചെയ്യാറ്. അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം നിരന്തരമായിട്ട് അവർ വീഴുന്ന കാഴ്ച കാണുമ്പോൾ ഇത്രയും ദയനീയമാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടി? ആരാണ് ഇതിൻ്റെ പുറകിൽ? എന്തായാലും ഇതൊരു ക്രിമിനൽ ശിക്ഷയുടെ അവസ്ഥയിലേക്കാണ് വന്നത്. ഇതിന് മുന്നിൽ നിന്നത് അല്ലെങ്കിൽ മുന്നിൽ നിർത്തിയത് ദിവ്യ ഉണ്ണിയാണ്. ദിവ്യ ഉണ്ണിയുടെ പേരിലാണ് ഈ ഷോ വിജയിപ്പിച്ചത്, ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയെന്ന് ആലോചിക്കണം. ഈ അപകടത്തിന് ശേഷം ഏറ്റവും ദയനീയമായ അവസ്ഥ, ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് MLA ഗുരുദാവസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴും ഇവിടെ ആട്ടും പാട്ടും ചൂടെല്ലായിട്ട് ആഘോഷപൂർവ്വം മറ്റങ്ങനെ സംഭവം നടന്ന പോലെയും കാണിച്ചില്ല. അപ്പോൾ പണം കിട്ടി, റെക്കോർഡ് ഭേദിച്ചു. അപ്പോൾ ഇപ്പോഴാണ് കേസ് വന്നത്. ഇവിടെ കേസ് വന്നപ്പോൾ മുഖ്യ പ്രതിസ്ഥാനത്ത് ദിവ്യ ഉണ്ണിയുടെയും പേര് വരുമെന്നുള്ള സൂചന കിട്ടിയപ്പോൾ രാത്രി അത് ഇന്നലെ രാത്രി ഉള്ള ഫ്ലൈറ്റിന് അമേരിക്കയിലേക്ക് പോയി. നേരിട്ട് അമേരിക്കയിലുള്ള ഫ്ലൈറ്റൊന്നുമല്ല, അത് ഗൾഫ് രാജ്യങ്ങൾ വഴിയിട്ടുള്ള പോകുന്നതാണ് അറിഞ്ഞത്. അങ്ങനെ പോയി